പണ്ടുകാലത്ത് ഒരു മുസ്ലിം രാജ്യമായിരുന്ന മാൾട്ട ഫ്രഞ്ചുകാർ ഭരിച്ചപ്പോൾ ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റി. വടക്കൻ ആഫ്രിക്കയിലെ അഗ്ലാബിദ് രാജവംശമാണ് ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കിയത്. ഇപ്പോഴും മാൾട്ടീസ് ഭാഷയിൽ അറബിക് വാക്കുകളുടെ ആധിക്യം കാണാൻ പറ്റും. ദൈവം എന്ന വാക്കിന് മാൾട്ടീസ് ഭാഷയിൽ അള്ളാഹു എന്നാണ് പറയുക. മാൾട്ടയിലെ ക്രിസ്ത്യാനികൾ നോയമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിനെ റമദാൻ എന്നാണ് പറയുക. അതുപോലെ മാൾട്ട ദ്വീപിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് മുസ്ലിം പേരുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് മാൾട്ടയിൽ ജലസേചന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുകയും വാട്ടർ വീൽ പോലെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് മാൾട്ട കൂടുതൽ ഫലഭൂയിഷ്ടമായത്. അറേബ്യൻ രാജ്യങ്ങളിലെ പുതിയ കാർഷിക രീതികളും കോട്ടൺ ചെടിയും അവതരിപ്പിച്ചത് മുസ്ലിങ്ങളാണ്. അങ്ങനെ മാൾട്ടയ്ക്ക് വമ്പിച്ച സാമ്പത്തിക വളർച്ചയുണ്ടായി. ടെറസ്ഡ് കൾട്ടിവേഷൻ അവതരിപ്പിച്ചതും മുസ്ലിങ്ങളാണ്. അതുപോലെ ബിൽഡിങ്ങുകളുടെ ആകൃതിയും അറേബ്യൻ ശൈലി പ്രകടമായി കാണിക്കുന്നുണ്ട്. ഫ്രഞ്ചുകാർ മാൾട്ട പിടിച്ചടക്കിയപ്പോൾ ആദ്യകാലത്ത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുകയും ഒരു അമീറിനെ നിലനിർത്താൻ അനുവദിക്കുകയും ചെയ്തു. അതിനു പകരമായി ഫ്രഞ്ചുകാർക്ക് കുതിരകളെയും കോവർ കഴുതകളെയും ആയുധങ്ങളും നികുതിയായി കൊടുക്കുവാൻ അമീർ സമ്മതിച്ചു. പക്ഷേ പിന്നീട് വന്ന ഫ്രഞ്ച് ഭരണാധികാരികൾ മുസ്ലിങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. 15-ാം നൂറ്റാണ്ടോടെ മാൾട്ടയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ ഫ്രഞ്ചുകാർക്ക് സാധിച്ചു. പിന്നീട് മാൾട്ടയിൽ ബ്രിട്ടീഷ് ഭരണം വരികയും രാജ്യത്തെ ആധുനികവൽക്കരിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ മാൾട്ടയെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമാക്കി മാറ്റുകയും അന്തർദേശീയ വ്യാപാരത്തിൽ മാൾട്ടയ്ക്ക് വലിയ സ്ഥാനം നൽകുകയും ചെയ്തു. 60 വർഷം മുമ്പാണ് മാൾട്ടയ്ക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത്. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം തൊട്ടടുത്തുള്ള ലിബിയയുമായി മാൾട്ട സൗഹാർദ്ദത്തിലാവുകയും ലിബിയയുടെ രാഷ്ട്രപതി കേണൽ ഗദ്ദാഫി മാൾട്ടയെ ലിബിയയുമായി ലയിപ്പിക്കുവാൻ ശ്രമം നടത്തുകയും ചെയ്തു. എങ്കിലും മാൾട്ടക്കാർ സമ്മതിക്കാത്തതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ കരാറിൽ ലിബിയയുമായുള്ള ബന്ധം ഒതുക്കി നിർത്തി. മാൾട്ടയും ലിബിയയും തമ്മിൽ വലിയ സൗഹാർദ്ദത്തിലായിരുന്നു കുറേ കാലം. അറബിക് ഭാഷയുടെ പഠനം മാൾട്ടയിലെ സ്കൂളുകളിൽ നിർബന്ധമാക്കിയത് ലിബിയയുടെ സ്വാധീനപ്രകാരമാണ്. ഇപ്പോൾ മാൾട്ട ഒരു ക്രിസ്ത്യൻ രാജ്യമാണെങ്കിലും 17,000 മുസ്ലിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. മാൾട്ടയിലെ ജനസംഖ്യയുടെ 4% മുസ്ലിങ്ങളാണ്. 2000-ഓളം മുസ്ലിങ്ങൾക്ക് പൗരത്വവും കിട്ടിയിട്ടുണ്ട്. ദക്ഷിണ യൂറോപ്പിലെ ദ്വീപ് രാഷ്ട്രമായ മാൾട്ട മെഡിറ്ററേനിയൻ കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റലിയിലേക്ക് 80 കിലോമീറ്റർ മാത്രം കപ്പലിൽ യാത്ര ചെയ്താൽ എത്തിച്ചേരാൻ പറ്റും. ടുണീഷ്യയിലേക്ക് 300 കിലോമീറ്ററും ലിബിയയിലേക്ക് 330 കിലോമീറ്ററും ദൂരമുണ്ട്. മാൾട്ടയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് മാൾട്ടീസ് ആണെങ്കിലും കൂടുതൽ ആളുകളും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. കുറേ ആളുകൾക്ക് ഇറ്റാലിയൻ ഭാഷയും അറിയാം. ഏകദേശം 5 ലക്ഷത്തോളം ജനങ്ങൾ മാൾട്ട ദ്വീപിൽ താമസിക്കുന്നു. കോഴിക്കോടും ഫറൂഖും കൂടിയാൽ എത്ര വലുപ്പമുണ്ടാകും അത്രയും വലുപ്പമേ ഈ കൊച്ചു രാജ്യത്തിനുള്ളൂ. 10 കിലോമീറ്റർ വീതിയും 20 കിലോമീറ്റർ നീളവുമുള്ള ഒരു ദ്വീപാണ് മാൾട്ട. ഗോസോ എന്ന ഒരു ചെറിയ ദ്വീപ് വേറെയുമുണ്ട്. യൂറോപ്പിലെ ഏറ്റവും ചെറിയ 10ാമത്തെ രാജ്യമാണ് മാൾട്ട. ഇപ്പോൾ മാൾട്ടയുടെ സാമ്പത്തിക മേഖല ലൈംസ്റ്റോൺ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കപ്പൽ വ്യവസായവും വിദേശ വ്യാപാരവും മാൾട്ടയുടെ സാമ്പത്തിക മേഖലയുടെ നെടുന്തൂണാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ധാരാളം ഷിപ്പിംഗ് അനുബന്ധ വ്യവസായങ്ങൾ മാൾട്ടയിലുണ്ട്. ഇലക്ട്രോണിക്സ് വസ്തുക്കളും തുണിത്തരങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സിനിമാ നിർമ്മാണത്തിനും മാൾട്ടയിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. 100ഓളം സിനിമകൾ മാൾട്ടയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്ര മനോഹരമാണ് മാൾട്ട ദ്വീപുകൾ. പൗരാണികമായ ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, അറേബ്യൻ സാമ്രാജ്യം എന്നിവ ചിത്രീകരിക്കുന്ന സിനിമകൾക്ക് മാൾട്ടയിൽ വന്നാൽ ലൊക്കേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാം റെഡിയാണ്. മാൾട്ടയുടെ തലസ്ഥാനമായ വലീട്ട നഗരത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഗ്രാൻഡ് ഹാർബർ റോമ സാമ്രാജ്യത്തിന്റെ കാലം മുതലേ ഉള്ള ഒരു തുറമുഖമാണ്. ധാരാളം ഡോക്കുകളും വാർഫുകളും ഇവിടെയുണ്ട്. അന്തർദേശീയ ഷിപ്പിംഗ് ബിസിനസ് മാൾട്ടയ്ക്ക് ധാരാളമായി ലഭിക്കുന്നത് വ്യാപകമായ സൗകര്യങ്ങൾ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇവിടെ ഉണ്ടാക്കിയത് കൊണ്ടാണ്. അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാൾട്ട മാറിക്കഴിഞ്ഞു. ഒരു വർഷം 20 ലക്ഷം ടൂറിസ്റ്റുകൾ മാൾട്ട സന്ദർശിക്കുന്നു. അടുത്ത കാലത്തായി ബ്രിട്ടീഷുകാർ മാൾട്ടയിലെ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മാൾട്ടയിൽ ലഭിക്കുന്നത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ പോലും ഇവിടെ വരുന്നത്. മാൾട്ടയിൽ 23% വിദേശികൾ താമസിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളും ആശുപത്രി ആവശ്യത്തിന് വരുന്നവരും വ്യാപാരികളുമാണ് കൂടുതൽ. മാൾട്ടയുടെ ക്രമാനുഗതമായ സാമ്പത്തിക വളർച്ച ധാരാളം വിദേശ കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് ആകർഷിച്ചിട്ടുണ്ട്. മലയാളികൾ വലിയ എണ്ണത്തിൽ മാൾട്ടയിൽ ജോലി ചെയ്യുന്നു. വിദേശികളും ടൂറിസ്റ്റുകളും കൂടുതലായി താമസിക്കുന്നതുകൊണ്ട് മാൾട്ടയിൽ വീട്ടുവാടക വളരെ കൂടുതലാണ്. എങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ വാടകയ്ക്ക് വീടുകൾ ലഭിക്കും.
മാൾട്ടയിൽ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയിട്ടല്ല നല്ല ജോലികൾ കൊടുക്കുന്നത്. യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെപ്പോലെ റെക്കമെൻഡേഷനാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ നല്ല റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ മികച്ച ജോലികൾ ലഭിക്കാൻ മാൾട്ടയിൽ സാധിക്കും. അതുപോലെ വീട് വാടകയ്ക്കെടുക്കുമ്പോഴും റെക്കമെൻഡേഷൻ പ്രധാനമാണ്. സമ്പന്നർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നല്ല റെക്കമെൻഡേഷൻ ഇല്ലെങ്കിൽ വീട് വാടകയ്ക്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്. മാൾട്ടയിൽ വരുന്ന പല കുടിയേറ്റക്കാരും യൂറോപ്പിലേക്ക് കുടിയേറാനുള്ള ഒരു ചവിട്ടുപടിയായി മാൾട്ടയെ കാണുന്നു. മാൾട്ടയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഷെൻഗൺ അഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് മാൾട്ടയിൽ എത്തിയാൽ യൂറോപ്പിലേക്ക് പോകുവാൻ നിയമപരമായി എളുപ്പമാണ്. എങ്കിലും നിയമവിരുദ്ധമായി മാൾട്ടയിൽ കയറിപ്പറ്റുന്നവരെ ദീർഘകാലം ജയിലിലടക്കുന്ന സ്വഭാവം മാൾട്ടയിലെ ഗവൺമെന്റിനുണ്ട്. മികച്ച ഭക്ഷണം ലഭിക്കുന്ന ഒരു രാജ്യമായി മാൾട്ട അറിയപ്പെടുന്നു. അറേബ്യൻ ഭക്ഷണവും യൂറോപ്യൻ ഭക്ഷണവും ചേർന്ന ഒരു ഭക്ഷ്യ സംസ്കാരമാണ് മാൾട്ടയിലുള്ളത്. ഉരുളക്കിഴങ്ങ് കറിയും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും മാൾട്ടയുടെ പ്രധാനപ്പെട്ട ഭക്ഷണ വസ്തുക്കളാണ്. മാൾട്ടയുടെ തലസ്ഥാനമായ വലീറ്റയിൽ നമ്പർ 43 റെസ്റ്റോറന്റ് മികച്ച സാൻഡ്വിച്ചുകളും സൂപ്പുകളും നൽകുന്നു. ഹോം മെയ്ഡ് കേക്കുകളും നല്ല സാലഡുകളും ഇവിടെ കിട്ടും. മികച്ച സാലഡുകളുടെ ഒരു വൻനിര തിരഞ്ഞെടുക്കുവാൻ നമ്പർ 43 റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ വലട്ട നഗരത്തിലെ മ്യൂസിയം കഫേ ചെറിയ റെസ്റ്റോറൻ്റ് ആണെങ്കിലും വളരെ നന്നായി ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഭക്ഷണത്തിനും അതിന് തക്കതായ ക്വാളിറ്റിയുണ്ട്. ഒറിജിനൽ മാൾട്ടീസ് ഭക്ഷണം രുചിക്കുവാനുള്ള അവസരം മ്യൂസിയം കഫേയിലുണ്ട്. വിനയപൂർവ്വം പെരുമാറുന്ന ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ സൗഹാർദ്ദഭാവം കൊണ്ട് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നു. അതുപോലെ കഫേ കൊർഡീന റിപ്പബ്ലിക് സ്ട്രീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉച്ചഭക്ഷണത്തിന് വലിയ തിരക്കാണ് ഇവിടെ. കോഫിയും പാസ്ട്രീസും കിട്ടും. മികച്ച അന്താരാഷ്ട്ര റിവ്യൂസ് ലഭിച്ച ഒരു റെസ്റ്റോറൻ്റാണ് കഫേ കൊർഡീന. മാൾട്ടയുടെ തലസ്ഥാനമായ വലീറ്റ നഗരത്തിൽ 6000 ആളുകൾ താമസിക്കുന്നു. ടൂറിസ്റ്റുകളും വിദേശികളും അതിനേക്കാൾ കൂടുതൽ വരും. യൂറോപ്പിലെ ഏറ്റവും ചെറിയ തലസ്ഥാന നഗരമാണ് വലീറ്റ നഗരം. ഈ നഗരം മുഴുവൻ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണെന്ന് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 320 ടൂറിസ്റ്റ് ആകർഷണീയതകൾ 1/2 കിലോമീറ്റർ ദൂരത്തിൽ തന്നെ കാണാൻ പറ്റും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ആകർഷണീയതകൾ ഏറ്റവും ചെറിയ ദൂരത്തിൽ കാണാൻ പറ്റുന്ന നഗരം വലീറ്റ തന്നെയാണ്. വലീറ്റ ഒരു പട്ടണമല്ല, ഒരു ഓപ്പൺ എയർ മ്യൂസിയം ആണെന്ന് പോലും ടൂറിസ്റ്റുകൾ അഭിപ്രായപ്പെടാറുണ്ട്. 5 വർഷം മുമ്പ് വലീറ്റ നഗരത്തെ യൂറോപ്യൻ ക്യാപിറ്റൽ ഓഫ് കൾച്ചറായി തിരഞ്ഞെടുത്തു. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ വെയിലുള്ള നഗരമായതുകൊണ്ടും തണുപ്പ് കുറവായതുകൊണ്ടും ടൂറിസ്റ്റുകൾ വലീറ്റയിൽ വരുവാൻ താല്പര്യപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ റോഡിന്റെ വലതുവശത്ത് കൂടിയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിലും മാൾട്ടയിൽ റോഡിന്റെ ഇടതുവശത്തെ കൂടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ ഭരിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രാഫിക് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് മാൾട്ടയിൽ ഡ്രൈവ് ചെയ്യാൻ എളുപ്പമാണ്. ബ്രിട്ടീഷുകാർ ഭരിച്ച ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലും റോഡിന്റെ ഇടതുഭാഗമാണ് ഡ്രൈവ് ചെയ്യുക. പക്ഷേ ലോകത്തിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും റോഡിന്റെ വലതുഭാഗം ഡ്രൈവ് ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. വാഹനപ്പെരുപ്പം മാൾട്ടയിൽ ഗുരുതരമായ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ പോലെ ശോചനീയമായ അവസ്ഥയല്ല മാൾട്ടയിലുള്ളത്. വാഹനപ്പെരുപ്പം നിയന്ത്രിക്കുവാൻ മലയാളികൾക്ക് കഴിയുന്നില്ലെങ്കിലും മാൾട്ടക്കാർക്ക് കഴിയുന്നുണ്ട്. 2 ലക്ഷത്തോളം കാറുകൾ മാൾട്ടയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ട്രാഫിക് വളരെയധികം നിയന്ത്രിക്കുകയും ചില റോഡുകൾ പെഡസ്ട്രിയൻ ഏരിയ ആക്കി നിജപ്പെടുത്തി വാഹനങ്ങളെ തടയുകയും ചെയ്യുന്നുണ്ട്. അതിനു പുറമെ നഗരത്തിനകത്ത് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് സിംഗപ്പൂരിലും ഇംഗ്ലണ്ടിലും ഉള്ളതുപോലെ കൺജഷൻ പ്രൈസിംഗ് സ്കീം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിന്റെ മധ്യഭാഗത്തേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോകൾ എടുക്കുകയും മണിക്കൂർ വെച്ച് പാർക്കിംഗ് ഫീസ് ഈടാക്കുകയും ചെയ്യും. അതുകൊണ്ട് കാൽനട യാത്രക്കാർക്ക് അധികം വാഹനശല്യമില്ലാതെ നടക്കുവാനും ടൂറിസ്റ്റുകൾക്ക് നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കുവാനും പറ്റുന്നു. കേരളത്തിൽ ഈ തരത്തിലുള്ള സമ്പ്രദായം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ വാഹനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള ധൈര്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവുകയില്ല. കാരണം വാഹനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയാൽ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിലും കോൺഗ്രസുകാരും മുസ്ലിം ലീഗുകാരും ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും വമ്പിച്ച ബഹളമുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ മാൾട്ടയിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി നഗരത്തിന്റെ ഭംഗിയും സ്വൈര്യവും ടൂറിസ്റ്റുകളുടെ സൗകര്യവുമാണ് പ്രധാനമായി കണക്കാക്കുന്നത്. കേരളത്തിലെ പോലെ തരം താഴ്ന്ന രാഷ്ട്രീയമല്ല മാൾട്ടയിലുള്ളത്. രാജ്യത്തിന്റെ നന്മയാണ് രാഷ്ട്രീയ ലാഭത്തേക്കാൾ പ്രധാനമെന്ന് മാൾട്ടീസ് രാഷ്ട്രീയക്കാർക്ക് അറിയാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് ധാരണയിലെത്തുവാൻ അവിടെ എളുപ്പമുണ്ട്.